നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് നമുക്കിഷ്ടമുള്ള എന്തൊക്കെയോ നേടാനോ ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാനോ ആണ് നാം ഓരോന്നും ചെയ്യുന്നത് എന്നാണ്. എന്നാൽ അതിൻ്റെ കൂടെ നാം അറിയാതെ തന്നെ നമുക്ക് പുതിയ പുതിയ അറിവുകൾ നേടാനുള്ള മാർഗമാണ് വെളിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും. ഓരോ പ്രവൃത്തിയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഈ അറിവുകളെ ആകെ ചേർത്ത് നമ്മളുടെ സംസ്കാരം രൂപപ്പെടും. നമ്മൾ റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന ഓരോന്നും നമ്മുടെ ഉള്ളിലേക്ക് ചെറിയ ചെറിയ അറിവുകൾ ചേർത്ത് വയ്ക്കും. ആദ്യം കണ്ട കടയിൽ ഒരു നല്ല TV കണ്ടു. അറിയാതെ തന്നെ അതിൻ്റെ ചുറ്റും വലുതും ചെറുതുമായ പല വസ്തുക്കളും നമ്മുടെ കണ്ണിൽപ്പെടും. നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കും. എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം ആരെങ്കിലും ഒരു TV വാങ്ങാൻ നല്ല കട ഏതാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നാം പറയാറില്ലേ, ആ ജംഗ്ഷനിൽ നിന്ന് ആ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ഇന്ന പേരിൽ ഒരു കടയുണ്ട്, ആ കടയിൽ എല്ലാ വലുപ്പത്തിലുമുള്ള TVയും ഇലക്ട്രോണിക് ഉപകരണങ്ങളും എല്ലാം ഉണ്ട്, അവിടെയൊന്ന് പോയി നോക്ക്. ഇനി അവിടെ ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് മൂന്നാമത് വേറൊരു കടയുണ്ട്, അവിടെയും TV ഉണ്ട് എന്നൊക്കെ. ഇതൊന്നും നമ്മൾ എവിടെ നിന്നും വായിച്ചും പഠിച്ചും ഉണ്ടാക്കുന്ന അറിവല്ല. വെറുതെ നടക്കുമ്പോൾ ഒരു സെക്കൻഡ് നാം കണ്ട ഒരു കാര്യത്തിൽ നിന്നും നമ്മുടെ ഉള്ളിൽ നാം അറിയാതെ ശേഖരിച്ച അറിവുകളാണ്. വെറുതെയുള്ള ഒരു നോട്ടം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ എന്തെല്ലാം അറിവുകൾ ഉള്ളിലേക്ക് ശേഖരിക്കുന്നുണ്ടെന്ന് ഓർത്തു നോക്കൂ. ഇങ്ങനെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നമ്മളിൽ പുതിയ പുതിയ അറിവുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നല്ല കാര്യങ്ങൾ കാണാനും കേൾക്കാനും നാം ശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നാം ശേഖരിച്ചു വയ്ക്കുന്നതെല്ലാം മോശമായ കാര്യങ്ങൾ മാത്രമായിരിക്കും. ഇവയെല്ലാം ചേർന്ന് നമ്മളിൽ ഉണ്ടാക്കുന്ന സംസ്കാരം ചീത്തയായിരിക്കുമെന്ന് ഉറപ്പാണല്ലോ. അതിനാൽ കാണുന്നതും കേൾക്കുന്നതും നല്ലതാവാൻ ശ്രമിക്കണം. നല്ല കൂട്ടുകെട്ടുകൾ നല്ല വ്യക്തിയെ ഉണ്ടാക്കും എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. മോശം കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഇടയായാൽ പോലും നല്ലതും കൂടി കാണാൻ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മനസ്സിലൊരു വിചിന്തനം നടക്കുകയും നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് ഏത് സ്വീകരിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യും. അപ്പോഴും നമ്മൾ ആർജിച്ചെടുത്ത സംസ്കാരമാണ് നല്ലതിനെയാണോ കെട്ടതിനെയാണോ സ്വീകരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അതിനാൽ കഴിയാവുന്നത്രയും നല്ല കാര്യങ്ങളെയും നല്ല കാഴ്ചകളെയും പ്രവൃത്തികളെയും മനസ്സുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുത്തുക. ഉള്ളിൽ ശേഖരിക്കുന്ന സംസ്കാരത്തിൽ നല്ലതിനാണ് കൂടുതൽ ശക്തിയെങ്കിൽ നമ്മൾ നല്ല വ്യക്തികളാകും.